ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കർണാടക. കർണാടകയിലെ മുഖ്യമന്ത്രി വലിയ അഴിമതിയിൽ പെട്ടിരിക്കുകയാണ്. അദ്ദേഹം അകത്താകുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം തെളിയിക്കപ്പെട്ടു. മൂട കുംഭകോണ കേസ് 300 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതായത് വികസന വകുപ്പ് മൂട എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രതിപക്ഷം സമരത്തിലായിരുന്നു. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സഹായിക്കുന്നതിന് വേണ്ടി ക്രമവിരുദ്ധമായിട്ട് വസ്തു കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പ്രക്ഷോഭം. അപ്പം അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു അവസ്ഥയായിരുന്നു. അപ്പം ആ ഒരു കേസിനെ പറ്റി കുറച്ചു കാലമായിട്ട് സമരവും അതിൻ്റെ സമാന്തരമായിട്ട് അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നലെ ED 300 കോടി രൂപയുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പാർവതി, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പാർവതിയുടെ പേരിലുള്ള ഏതാണ്ട് 1 ഏക്കർ സ്ഥലം, പാർവതിയുടെ പേരിലുള്ള 1 ഏക്കർ സ്ഥലം ഏതാണ്ട് 3,24,700 രൂപ വില വരുന്ന സ്ഥലം ഈ നഗരവികസന വകുപ്പിന് കൊടുത്തിട്ട് അതിന് പകരമായിട്ട്, അതായത് നമ്മൾ ഒരു പ്രോപ്പർട്ടി ഏതെങ്കിലും വികസനത്തിന് ആവശ്യമായി ഗവൺമെൻറ്റിന് കൊടുത്താൽ അതിന് പകരമായിട്ട് നമുക്കൊന്നെങ്കിൽ പൈസ കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഇതിന് സമാന്തരമായിട്ട് ഇവർക്ക് വേറെ പ്രോപ്പർട്ടി ഏതാണ്ട് 14 ഏക്കർ കൊടുത്തു. ആ 14 ഏക്കറിൻ്റെ വില ED കണക്കാക്കിയത് 56 കോടി രൂപയാണ്. ഇങ്ങനെ 142 ഇടങ്ങളിൽ പ്രോപ്പർട്ടി ഈ രീതിയിൽ മൂട കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ മൂട കൈകാര്യം ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികൾ എല്ലാം പലരുടെ പേരിൽ, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുടെ പേരിൽ, പലരുടെ പേരിലായിട്ടുള്ള പ്രോപ്പർട്ടികളാണ്. ഇപ്പോൾ ഇതുപോലെ തന്നെ അവിടെ വസ്തു കൊടുക്കുന്നു, വേറെ എടുത്ത് മറിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ പേരുകളിലെല്ലാമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ പല പേരുകളിൽ ഈ രീതിയിൽ തിരിമറി നടന്നിരിക്കുന്ന, അല്ലെങ്കിൽ മൂട നഗരവികസന വകുപ്പ് നടത്തിയിട്ടുള്ള ഈ വസ്തു കൈമാറ്റവും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നടന്ന ക്രയവിക്രയവുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ബിനാമികളാണെന്നാണ് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഈ നോട്ട് അല്ലെങ്കിൽ കള്ളപ്പണ വെളുപ്പിക്കൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം കേസ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന പ്രോപ്പർട്ടികളെല്ലാം കണ്ടുകിട്ടുകയും അതിൻ്റെ യഥാർത്ഥ ഇപ്പോൾ ഈ പാർവതി എന്ന് പറയുന്നവർ കൊടുത്ത വസ്തുവിൻ്റെ വില ED നോക്കുമ്പം, അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടുന്നൊരു വിലയുണ്ടല്ലോ, ആ വിലയുമായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് 3,24,700 രൂപയേ ഉള്ളൂ. പക്ഷേ അവർക്ക് അതിന് പകരമായിട്ട് ഗവൺമെൻറ് സ്വാധീനം ഉപയോഗിച്ച് ഈ വസ്തുവിന് പകരമായിട്ട് വസ്തുവും ആ വസ്തു കൊടുത്തതിന് പകരമായിട്ടുള്ള വസ്തു പോവുകയാണെങ്കിൽ ആ BJP സർക്കാരിൻ്റെ അഴിമതിയാണ്, ആ സർക്കാരിനെതിരെ അഴിമതി മുക്തമായുള്ള മറ്റൊരു സർക്കാർ രൂപീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വലിയ പ്രചരണം നടത്തിയാണ് ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. അന്നറിയുക സ്നേഹത്തിൻ്റെ കട തുറന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സർക്കാർ വലിയ രീതിയിലുള്ള അഴിമതിയിലേക്കല്ലേ പോകുന്നത്? അല്ല, ഇതിനകത്ത് വലിയ രീതിയിലുള്ള അഴിമതി എന്ന് പറയുന്ന ശ്രീജിത്ത് പറയുന്ന പോലെ ഈ മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സാമ്പത്തികമുള്ള സംസ്ഥാനങ്ങൾ, ഇപ്പം ഖനി മുതലാളിമാരൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. അതുതന്നെ കർണാടകയിൽ ഉള്ള അധികാരത്തിൽ വരുന്ന ഏത് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അഴിമതിക്കാരായിരിക്കും. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ യെദ്യൂരപ്പയുടെ നിയന്ത്രണത്തിലുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ BJP ഗവൺമെൻറ് പുറത്തു വന്ന അഴിമതി ആരോപണമെന്ന് പറഞ്ഞാൽ MLA-മാർ വരെ കാര്യസാധ്യത്തിന് വേണ്ടി കോടികൾ മേടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി, അല്ലെങ്കിൽ ആരോപണങ്ങൾ തെളിവുകൾ മുഖേന തെളിയിക്കുന്ന രീതിയിലേക്ക് പോയി. പല MLA-മാരുടെയും വസതിയിൽ നിന്ന് നമ്മൾ കോടാനുകോടി രൂപ, നമ്മൾ കണ്ണ് ചിമ്മിപ്പോകുന്ന രീതിയിലുള്ള 250 കോടി രൂപ വരെ പിടിച്ചെടുക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇതിനകത്തെന്ന് പറയുമ്പോൾ അവിടെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അഴിമതി നടക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം BJP ഗവൺമെൻറ്റിൻ്റെ അഴിമതി മുക്തമായിട്ടുള്ള ഭരണമാണ് അവിടെ നടക്കുന്നത്. ഇതിനെ മാറ്റി തീരുമാനിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഭരണം അവിടെ ഉണ്ടാകണം എന്ന് കണ്ടുകൊണ്ട് പ്രചരണം നടത്തിയാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞത്. അപ്പം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഈ സിദ്ധരാമയ്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ പറ്റിയുള്ള ഇതുവരെയുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമ, നിരീശ്വരവാദി. അപ്പം ഇത്തരത്തിൽ ജനങ്ങൾക്കിടയ്ക്ക് ഒരു ബന്ധമുണ്ട്. അപ്പോൾ BJP വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ പ്രസക്തമായിട്ട് വന്നുകൊണ്ടിരുന്ന കർണാടകയിൽ ആ BJPയുടെ അഴിമതിയിൽ മുങ്ങിയ BJP അല്ലെങ്കിൽ അഴിമതിക്കാരായ BJP നേതാക്കന്മാരെന്നുള്ള പ്രചരണം നടത്തുന്നതിനൊപ്പം കോൺഗ്രസ്സിന് ജയിക്കാൻ സാധ്യമായതെന്ന് പറഞ്ഞാൽ സിദ്ധരാമയ്യയുടെയും
ഈ ശിവകുമാറിൻ്റെയും ഉള്ളൊരു കൂട്ടുകെട്ട്, സിദ്ധരാമയ്യയുടെ ഈ പറയുന്ന ക്ലീൻ ഇമേജ്, സംശുദ്ധ രാഷ്ട്രീയക്കാരൻ, നമ്മുടെ VS അച്യുതാനന്ദനെ പറ്റി ഇവിടെ ഒരു പേരുണ്ടായിരുന്നല്ലോ, സംശുദ്ധ രാഷ്ട്രീയക്കാരൻ. അപ്പോൾ സംശുദ്ധ രാഷ്ട്രീയക്കാരൻ എന്നുള്ള പേരും ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഒന്നിച്ചുള്ള പോക്ക്, ഇവർ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ ശരിക്കും പറഞ്ഞാൽ കീരിയും പാമ്പാണ്. കോൺഗ്രസിനകത്തെ നേതാക്കന്മാരുടെ മത്സര സ്വഭാവത്തിൽ കീരിയും പാമ്പുമാണ്. കാരണം പരസ്പരം ഒരാൾ മാറിയാലേ ഒരാൾക്ക് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ ഒരാൾ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായാൽ എനിക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സിദ്ധരാമയ്യ കർണാടകത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നതുകൊണ്ട് എനിക്ക് ആ ആധിപത്യത്തിലേക്ക് കോൺഗ്രസിനകത്തും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനകത്തും ഏറ്റവും മേളിൽ വരാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുന്ന ആളാണ് ശിവകുമാർ. അപ്പോൾ അതൊക്കെ മറന്നു വെച്ചുകൊണ്ട് വീണ്ടും അവിടെ ഭരണം പോകുന്ന ഒരവസ്ഥ വരണ്ട, ഭരണത്തിൽ ഏറിയതിന് ശേഷം ആലോചിച്ച് മുഖ്യമന്ത്രി തീരുമാനിക്കാമെന്ന് പറഞ്ഞാണെന്നും ഈ ഇലക്ഷൻ നടക്കുകയും BJPക്ക് അവിടെ വലിയ പരാജയം സംഭവിക്കും. BJPക്ക് അവിടെ വലിയ പരാജയം സംഭവിക്കുമ്പോൾ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവിടെ വീണ്ടും തർക്കമായി. അന്ന് തർക്കമായ സമയത്ത് MLA-മാരുടെ എണ്ണം നോക്കുമ്പോൾ വളരെ കൂടുതൽ MLA-മാർ സിദ്ധരാമയ്യയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ സിദ്ധരാമയ്യ 2.5 കൊല്ലം മുഖ്യമന്ത്രി ആവട്ടെ എന്ന് തീരുമാനിക്കുന്നു. 2.5 കൊല്ലം മുഖ്യമന്ത്രി ആവട്ടെ എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചില പത്രസമ്മേളനങ്ങൾക്ക് ചോദിച്ചു പറഞ്ഞു, ഞാൻ 5 കൊല്ലം മുഖ്യമന്ത്രിയാണ്, അത് ആരാ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു തർക്കം നടക്കുകയാണ്. അപ്പോൾ ഈ സമരം, ഇദ്ദേഹത്തിനെതിരെയുള്ള സമരം, അഴിമതി ആരോപണം, വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷം, അതായത് BJP ആണല്ലോ പ്രധാന പ്രതിപക്ഷം, അല്ലെങ്കിൽ ഈ നമ്മുടെ BJPയുടെ ഘടകകക്ഷികളായിട്ടുള്ള കുമാരസ്വാമിയുടെ JDS ഒക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു സൈലൻ്റ് ആയിട്ടുള്ള പിന്തുണ കോൺഗ്രസിനകത്തു നിന്നുണ്ട്. ഇപ്പം ഇദ്ദേഹം രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഭയങ്കര പ്രക്ഷോഭമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് പരസ്യ പ്രസ്താവനകൾ ആരും പാടില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സിദ്ധരാമയ്യ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് ഒന്നും അല്ല. നേരത്തെ അദ്ദേഹം JDS ആയിരുന്നു. JDS-നകത്തു നിന്ന് ഈ പറയുന്ന JDS-ൻ്റെ സ്ഥാപകനുണ്ടല്ലോ ദേവഗൗഡയ്ക്ക് ശേഷം JDS-ൻ്റെ പ്രധാനപ്പെട്ട തട്ടകം ഈ പറയുന്ന കർണാടകയിൽ. അതിനുശേഷം ഇദ്ദേഹത്തിന് വരാമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ മക്കൾ രാഷ്ട്രീയം വരികയും കുമാരസ്വാമിയും അല്ലെങ്കിൽ വേറെ മക്കളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വരുന്നൊരവസ്ഥ വന്നപ്പോൾ ഇദ്ദേഹത്തിന് നിലനിൽപ്പിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം വേറെ പാർട്ടി രൂപീകരിക്കുകയാണ്. അത് 2005. ആ 2005 രൂപീകരിക്കുമ്പോൾ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ പാർട്ടി സ്വന്തം പാർട്ടി എന്ന രീതിയിൽ അദ്ദേഹത്തിനോട് ക്ലച്ച് പിടിക്കാൻ വയ്യാതെ വന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വരിക. അപ്പോൾ കോൺഗ്രസ്സിലേക്ക് വരുമ്പോഴും പിന്നെ മാത്രവുമല്ല ജനപിന്തുണ, അദ്ദേഹം പ്രത്യേക സമുദായമൊക്കെയാണ്, ജനപിന്തുണ കൂടുതൽ ഉള്ളതും അല്ലെങ്കിൽ ജനസ്വാധീനമുള്ള ഒരു നേതാവായതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ്സിനകത്ത് ഉയർന്നു വരികയും പലവട്ടവും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെ തീരുമാനിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ആദ്യ പരിഗണനയിൽ വരും. ഇപ്പം അവിടുത്തെ ഏറ്റവും ജനകീയനായ നേതാവായിരുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്, ഇനി ഞാൻ ഇലക്ഷൻ മത്സരിക്കുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല, ഞാൻ അവസാനത്തെ അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതം ഇതോടുകൂടി ഈ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ ഒരു കാലത്തോടുകൂടി തീരുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതുവരെ അഴിമതി രഹിതമായിട്ട് നിന്നിരുന്ന ഒരു നേതാവായിരുന്നു. പക്ഷേ ഇപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ അഴിമതി അല്ലെങ്കിൽ അത് സ്പഷ്ടമായിട്ട് തെളിയിക്കുന്നവരഴിമതി വളരെ കൂടുതലായിട്ട് കോടാനുകോടി രൂപയുടെ അഴിമതി, ഈ രീതിയിലുള്ള അഴിമതി നേരത്തെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ മൈസൂർ ഈ ലോകായുക്തയൊക്കെ കേസെടുത്തിട്ടുണ്ട്. നിരവധി ഇതുമായിട്ടനുബന്ധിച്ച് നിരവധി കേസുകളുണ്ടായിരുന്നു. അപ്പം ആ കേസുകൾക്ക് പുറമെ ലോകായുക്ത ഒരു പരിധി വരെ സിദ്ധരാമയ്യ അഴിമതിയിൽ മുങ്ങുമ്പോഴും എന്തുകൊണ്ടാണ് ശിവകുമാർ തുടക്കത്തിലെല്ലാം മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു എന്ന് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടായിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് ചർച്ച നടക്കുന്നു, കർണാടക കേന്ദ്രീകരിച്ച് ചർച്ച നടക്കുന്നു. അങ്ങനെയല്ല ആ സമയത്തൊരു മത്സരം ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും ശിവകുമാർ അങ്ങനെ പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നത്? ശിവകുമാർ പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നില്ലല്ലോ. അവിടെ കോൺഗ്രസിനകത്ത് ഇദ്ദേഹം മാറണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം അല്ലെങ്കിൽ അലയൊളികൾ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പരസ്യമാകണ്ട എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ്. ആ ഇദ്ദേഹം മാറണം, ഈ അഴിമതി ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പ്രാദേശിക നേതാക്കന്മാരെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശിവകുമാറിന് പറയാൻ പറ്റത്തില്ലോ. അദ്ദേഹത്തിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക, അയാൾ ഉപമുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം കൂടെ ശരിക്കും പറഞ്ഞാൽ ഈ ഇതിനകത്ത് ഈ അഴിമതിക്കകത്ത് യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് പറയുമ്പോൾ ഉൾക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ അതിനകത്ത് കോൺഗ്രസിനകത്ത് ഇദ്ദേഹം അഴിമതിക്കാരനാണ്, ഇദ്ദേഹത്തെ മാറ്റണമെന്ന് പറയുമ്പോൾ ആ വിഷയം പ്രതിപക്ഷം പറയുന്ന അതേ വിഷയം കോൺഗ്രസിനകത്തും നിന്ന് ഉയർന്നു വരുന്നത് കോൺഗ്രസ് പാർട്ടിക്കും അല്ലെങ്കിൽ അത് വളരെ ചർച്ചയാവുകയും അല്ലെങ്കിൽ അത് വലിയ വിഷയമാവുകയും ചെയ്യുന്നുണ്ട്. ഹൈക്കമാൻഡ് ഇടപെട്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതേ അഴിമതിയാണ് യെദ്യൂരപ്പയുടെ പേരിൽ നേരത്തെ ഉണ്ട്. യെദ്യൂരപ്പ രാജിവെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി, ലോകായുക്ത കേസെടുത്ത് അറിയാമല്ലോ, ആ യെദ്യൂരപ്പയുടെ ആദ്യ കാലഘട്ടത്തിൽ. അപ്പോൾ അവിടെ അഴിമതി ഈ പറയുന്നത് പോലെ രണ്ട് പാർട്ടിക്കാരും കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അഴിമതിക്കെതിരെ സമരം ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. കഴിഞ്ഞ 5 കൊല്ലം അവിടുത്തെ BJP ഗവൺമെൻറ് നേരിടേണ്ടി വന്നത് അഴിമതിയുടെ പ്രശ്നം. അത് പാർട്ടി മുഖ്യമന്ത്രിക്ക് എന്നല്ല, മന്ത്രിമാർക്കപ്പുറം
MLA-മാരുടെ മേലിൽ പോലും അഴിമതി. ഏതെങ്കിലും ഒരു ശുപാർശ നടക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ട ഒരു രീതി, അതായത് ഖനി വ്യവസായവും മറ്റ് വ്യവസായങ്ങൾ വളരെ കൂടുതലുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ കൈക്കൂലി കിട്ടുന്ന, അത് ഉദ്യോഗസ്ഥന്മാർക്കായാലും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കായാലും അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ഇവിടുത്തെ കൂട്ടർ MLA ചെന്ന് കണ്ടൊരു കാര്യം നടത്തുന്നതിന് ചെന്ന് പറയുമ്പോൾ നടത്തി തരുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് മാറി ഏത് കാര്യം നടത്തണമെങ്കിലും ലക്ഷക്കണക്കിന് രൂപ വേണം. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ മേടിച്ച് വീടുകളിൽ മാത്രം, ബാങ്കുകളിലൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ, സ്വരൂപിച്ച് വെച്ചിരുന്ന പല MLA-മാരുടെയും പരാതി വരികയും പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടത്. ഏതായാലും ഇപ്പം അതിനകത്തു നിന്നും കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അഴിമതിക്കെതിരെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനെ നേരിട്ടത്. അതിനകത്ത് ഏറ്റവും മുൻപിൽ നിർത്തിയിരുന്ന സിദ്ധരാമയ്യയായിരുന്നു. സിദ്ധരാമയ്യ അഴിമതിരഹിതമായിട്ടുള്ള ഒരു നേതാവാണ്, ജനകീയ നേതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ഈ മതേതര ജനാധിപത്യ സംവിധാനം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു നേതാവാണ്. ഇദ്ദേഹം നിരീശ്വരവാദിയാണ്. പക്ഷേ അദ്ദേഹം മതേതര ജനാധിപത്യ സംവിധാനമൊന്നും അവിടെ കൊണ്ടുപോയിട്ടില്ല. അദ്ദേഹം എപ്പോൾ തീരുമാനമെടുക്കുന്നതും അവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെയുള്ള തീരുമാനമാണ്. മുസ്ലിങ്ങൾക്ക് അനുകൂലവും അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന് അനുകൂലവുമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അവരെ സഹായിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന വഖഫിൻ്റെ വിഷയത്തിനകത്തൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയും അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ പല ഭൂമികളും അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നതിനും ഒക്കെ തയ്യാറായ പല വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിനകത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ വീഴുന്ന ഒരവസ്ഥയാണ്. അദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവുകൾ ED കൊടുത്തു കഴിഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.